ഓരോ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ധൈര്യമൊക്കെ തരുന്നത് ഒരു ഡെസ്റ്റിനിയാണ്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായ ഒരാളാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സംഭവിച്ചതാണ്, അത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. എന്നെ സെലക്ട് ചെയ്തതാണ് സിനിമകൾ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ശരിക്കും അന്ന് എടുത്തൊരു തീരുമാനത്തിനെ പറ്റി എനിക്ക് പേടിയുണ്ട്. കാര്യം ഞാൻ അന്ന് നമ്മൾ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ട് ഇറങ്ങി നമ്മൾ ഇതിൽ വന്ന് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ഒരൊറ്റ പ്ലാൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും ആളുകൾ സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞത്. അത് അങ്ങനെ ഒരു ഭയം മനസ്സിലുണ്ടായിരുന്ന ചിലപ്പോൾ നമ്മൾ ചിന്തിക്കില്ലായിരുന്നു. പക്ഷെ അത് ഒരു ഡെസ്റ്റിനിയാണ്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായ ഒരാളാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം അതാണ് എന്നെ സിനിമയിൽ എത്തിച്ചതും ഇന്നും ഈ പറയുന്ന പോലെ സിനിമകൾ ചെയ്യാനും ഇതിന് എഫേർട്ട് ഇടാനും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ധൈര്യമൊക്കെ തരുന്നത്. ഇപ്പൊ ശ്യാമപ്രസാദിനെ പോലൊരു ഡയറക്ടർ കാസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആദ്യം അതിൽ തുടങ്ങാൻ പറ്റുന്നു, പിന്നീട് സിബി മലയിൽ, പിന്നെ അങ്ങനെ ഉയരെ എത്തുന്നു. പിന്നെ അതേപോലെ അനുരാഗ് കരിക്കൽ വെള്ളം പോലെയുള്ള സിനിമകൾ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി പറ്റിയതിന്റെ ഒരു കാരണമായിട്ട് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അഭിനയത്തെ സെറ്റിലായിട്ട് തന്നെ ഉള്ളിലേക്ക് എടുത്തത് കൊണ്ടാണോ? എന്താണ് അതിന്റെ ഒരു ഒബ്സർവേഷൻ? എന്താണ് നല്ല സിനിമകളുടെ ഭാഗമായത്? ഇപ്പൊ ഞാൻ തുടങ്ങുന്ന സമയത്ത് പേർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ പോലും കുറെ നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്ക് പറ്റി. അത് സംഭവിച്ചതാണ്, അത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. എന്നെ സെലക്ട് ചെയ്തതാണ് സിനിമകൾ. പിന്നെ ഞാൻ സിനിമകൾ സെലക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് കുറെ ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ശ്യാം സാറിന്റെ കൂടെ തുടങ്ങി, സിബി സാറിന്റെ കൂടെ സിനിമകൾ ചെയ്തു, സത്യേട്ടന്റെ കൂടെ സിനിമകൾ ചെയ്തു, ജോഷി സാറിന്റെ കൂടെ ചെയ്തു. അന്നത്തെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. അത് കഴിഞ്ഞ് ആഷിഖയുടെ കൂടെ ചെയ്തു, അമലേട്ടന്റെ കൂടെ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് രോഹിത് ഉൾപ്പെടെയുള്ള, ജീൻ പോൾ ലാൽ ഉൾപ്പെടെയുള്ള ഈ ജനറേഷനിലെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പയ്യെ നമുക്കൊരു ഫൈൻ ട്യൂണിങ് സംഭവിക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്ന പോലെ അല്ല നിങ്ങൾ ഇപ്പോൾ ഇന്റർവ്യൂ എടുക്കുന്ന ആ ഒരു കോൺഫിഡൻസിലുണ്ടാകുന്ന വ്യത്യാസം പോലെ തന്നെ എന്റെ വേ ഓഫ് അപ്രോച്ചും ഞാൻ കാണുന്ന രീതികളും ഒക്കെ മാറി. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ചിലപ്പം സിനിമകളിൽ പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടേഴ്സിലേക്കൊക്കെ എത്താൻ പറ്റിയത്. ഈ ചാൻസ് ചോദിക്കുന്നതിൽ ഒരു മടിയില്ലാത്ത ആളാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ രാജീവ് രവിയോടും ഇത്തരത്തിലൊരു ചാൻസ് ചോദിച്ചതാണ് ഈ പടത്തിലേക്ക് എത്തിച്ചതെന്നത്. ഇത്രയും വലിയൊരു സ്റ്റാർ ചാൻസ് ചോദിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. അതെങ്ങനെയാ സംഭവിക്കണേ? അല്ല, എന്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർ അങ്ങനെ ഒരു തോന്നൽ എന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത്. പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളത്. അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. നല്ല സിനിമകൾ ചെയ്യുക, ആ സിനിമയുടെ ഭാഗമാവുക, ആ സിനിമയുടെ വിജയം ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ്.